Hi friends, welcome back to my channel and you're watching Creative Gallery. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു LED ബ്ലിങ്കിങ് സർക്യൂട്ടാണ്. അതായത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് LED ബ്ലിങ്കിങ് സർക്യൂട്ട് യൂസിങ് 555 ടൈമർ IC. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് ചെയ്യുന്നത് 555 ടൈമർ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ 555 ടൈമർ IC ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ IC ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ രണ്ട് എല്ലുകളും ബ്ലിങ്ക് ചെയ്യുന്ന ഒരു ചെറിയൊരു സർക്യൂട്ട് നിർമ്മിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ കമ്പോണൻസ് ആയിട്ടുള്ളത് കുറച്ച് റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും ബ്രെഡ് ബോർഡ് എക്സെട്ര. ആ കമ്പോണൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സൈഡിലുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്തേക്കുക. നമുക്ക് നേരെ വീഡിയോ കേൾക്കാം. അപ്പോൾ ഗൈസ്, നമുക്കുണ്ട് സാധനങ്ങൾ: ഒരു 3.7 വോൾട്ടിന്റെ ലിഥിയം ഇയോൺ ബാറ്ററി, ഒരു ബ്രെഡ് ബോർഡ്, ഏതെങ്കിലും ഒരു വാല്യൂള്ള കപ്പാസിറ്റർ. എൻ്റെ മുമ്പ് 3 കപ്പാസിറ്റർ ഉണ്ട്. അതിൽ ഞാൻ ഉപയോഗിക്കുന്നത് 6.8 മൈക്രോ ഫാരഡിന്റെ ഒരു കപ്പാസിറ്റർ ആണ്. അത് വാല്യൂവിനനുസരിച്ച് അതിന്റെ ബ്ലിങ്കിങ്ങിന്റെ ടൈമിങ്ങും കുറയും. അടുത്തത് നമുക്ക് വേണ്ടത് ഒരു 555 ടൈമർ IC ആണ്. അടുത്ത വേണ്ടത് 1K റെസിസ്റ്റർ വേണം. പിന്നെ ഒരു 39K റെസിസ്റ്റർ, പിന്നെ 2 LED. ഏത് കളറിന്റെ LED വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആദ്യം നിങ്ങൾ 555 ടൈമർ ICനെ ബ്രെഡ് ബോർഡിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കുക. അതിന്റെ ലെഗ് ഒന്നും വെന്റ് ആവാത്ത രീതിയിൽ നിങ്ങൾ വെക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഫുൾ സർക്യൂട്ട് ഡയഗ്രാം ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം കാണാൻ സാധിക്കും. ആ സർക്യൂട്ട് ഡയഗ്രാം വെച്ച് നിങ്ങൾ ഈ ഒരു സർക്യൂട്ട് ബിൽഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഗൈസ്, നമുക്കപ്പോൾ റെസിസ്റ്ററൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അതിൻ്റെ കാര്യം ഞാൻ ട്യൂസർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് അതിലേക്ക് കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ ബ്രെഡ് ബോർഡിൽ ഘടിപ്പിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ സർക്യൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്യാം. കണ്ടില്ലേ നിങ്ങൾ ആ LED ബ്ലിങ്കാന്ന്? അത് ഒരു ഡിലേനനുസരിച്ചാണ് ആ LED ബ്ലിങ്കാന്ന്. ആ ഡിലേ തീരുമാനിക്കുന്നത് നമ്മുടെ കപ്പാസിറ്ററാണ്. നമ്മുടെ കപ്പാസിറ്ററിൻ്റെ വാല്യൂ കൂട്ടുന്നതിനും കുറക്കുന്നതിനനുസരിച്ചാണ് ആ ഡിലേയുടെ ടൈം കൂട്ടുന്നതും കുറക്കുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കപ്പാസിറ്റർ വേറെ വാല്യൂലേക്ക് ആക്കിയാൽ ആ ഡിലേക്ക് കുറച്ച് വ്യത്യാസങ്ങൾ കാണപ്പെടും. ഇപ്പോൾ ഞാൻ വെച്ചത് 6.8 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ ആയതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റിൽ അത് പ്രകാശിക്കുന്നത്. അതിൻ്റെ പകരമായിട്ട് ഒരു 100 മൈക്രോ ഫാരഡ് വെച്ചെങ്കിൽ അതിനേക്കാളും സ്ലോ ആയിരിക്കും അത് ബ്ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു പുതുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ഗുഡ് ബൈ. ഇറ്റ്സ് മീ ശ്രീനന്ദ് സൈനിങ് ഔട്ട്.